എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ രജനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പല പല ഫംഗ്ഷനൊക്കെ ഒഴിവാക്കാറുണ്ട്. കാലിന് സുഖമില്ലാത്തതുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കാം. ഈ ചൊറിച്ചിൽ പാരമ്പര്യമായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ രജനിയുടെ അനുഭവത്തിൽ എത്ര കാലം മുന്നേ ഉണ്ടായിരുന്നു? ചെറുപ്പം സ്കൂൾ പഠിക്കുമ്പോ ഉണ്ടായിരുന്നു. അന്ന് ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചു. അപ്പൊ അന്നേരം മാത്രം മാറും, പിന്നെ വരും. അങ്ങനെ താൽക്കാലികമായി മാത്രം എല്ലാ വിഭാഗം അലോപ്പതി, ആയുർവേദം എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നേരം മാത്രം മാറും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും വരും. ഇതെന്നെ സ്ഥിതി. വീട്ടിലെല്ലാവർക്കും ഉണ്ടെന്നാണ്? അകത്തിക്കുണ്ട്, എനക്കുണ്ട്, മാമനുണ്ട്, എന്റെ മാമനുണ്ട്. പ്രധാന ഒരു ഗുണം ഞാൻ രജനിയിൽ കണ്ടെന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് പക്കയാണ്. ദിശ എന്ത് പറഞ്ഞോ, ഏത് സമയത്ത് മരുന്ന് കഴിക്കണം, എങ്ങനെ ഭക്ഷണക്രമങ്ങളൊക്കെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ കവച്ചു വെക്കുന്ന ഒരു പേഷ്യന്റ് വേറെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. കാരണം 8 മണിക്ക് ശേഷം കഴിക്കണം പറയുമ്പോൾ 8 മണിക്ക് കഴിച്ചാൽ മതി എന്ന് പറയുമ്പോഴത്തേക്ക് ക്ലോക്ക് നോക്കും 7:59 ആയിട്ടുണ്ടാവും. അതെ, 1 മിനിറ്റ് ആകുമ്പോഴേക്ക് ഇതുകൊണ്ട് തിരിഞ്ഞു കളിക്കുന്ന 1 മിനിറ്റ് അത്ര പക്കയാണ്. അതായത് ഭക്ഷണം കഴിക്കേണ്ട സമയം ആയി കഴിഞ്ഞാൽ 8 മണിയാണെങ്കിലും നമ്മൾ നോക്കുമ്പോൾ രജനിയായിട്ട് ക്ലോക്ക് നോക്കിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താ നോക്കുമ്പോൾ ഓക്കെ 8 വേഗം പോയി ഭക്ഷണം കഴിക്കുക. അത് അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു ട്രീറ്റ്മെന്റിനെ കണ്ടത്. അത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും.